കൈയും കാലും നഷ്ടപ്പെട്ടവൻ വിരലിന്റെ നഖം നഷ്ടപ്പെട്ടവനെ കുറിച്ച് കളിയാക്കുന്നത് പോലെയാണ് നമ്മൾ പിണറായി ഇവിടെ നിന്ന് നാക്കിട്ട് തള്ളുന്നത് മദ്യനയത്തെ കുറിച്ച്. പാവം. നാട്ടിന് ഏറ്റവും കൂടുതൽ ആപത്ത് വരുത്തത്തക്ക രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള അവസരമാണ് ഇവിടെ UDF സർക്കാർ ഒരുക്കുന്നത്. മദ്യനികുതിയിൽ 130% ഇളവ് അനുവദിച്ചുകൊണ്ട് മദ്യവ്യാപനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് വിൽക്കാൻ വേണ്ടി LDF സർക്കാരാണ് മുൻകൈയെടുത്ത് അതിന് സാങ്ഷൻ ചെയ്ത് ഒപ്പിട്ടത്. 4.8 മുതൽ 8% വരെ ഈത്തയിൽ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ബക്കാഡി ബ്രീസർ, ബക്കാഡി പ്ലസ് ഇവ രണ്ടും ബിവറേജസ് കോർപ്പറേഷൻ വഴി വിപണനം ചെയ്യുന്നതിന് വിദേശ മദ്യചട്ടങ്ങളിൽ ഇളവ് തേടിയാണ് ബക്കാഡി കമ്പനി പിണറായി വിജയൻ സർക്കാരിനെ സമീപിച്ചത്. അത് പരിഗണിച്ച് ഫയൽ തയ്യാറാക്കിയത് 16/11/2021 എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. എന്നാൽ UDF ഗവൺമെന്റ് വന്നപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ LDF സർക്കാർ അതിനെ എതിർക്കുകയാണ്. കാണ്ടാമൃഗത്തിനെക്കാളും തൊലിക്കട്ടി അവരാണ് ഈ സംഭവം കൊണ്ടുവന്നത്. ബക്കാഡിയോട് ആദ്യ ചിയേഴ്സ് പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ. വെള്ളം ചേർക്കാത്ത രേഖകൾ തെളിവുകളായുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞു മദ്യനയം കൂടും, നികുതി കുറച്ച് വിൽക്കുമ്പോൾ ആൾക്കാർ മദ്യം കൂടുതലായി ഉപയോഗിക്കും. അതുകൊണ്ടായിരിക്കും 27 ബാർ ഉണ്ടായിരുന്നിടത്ത് 925 ബാർ തുറന്നു കൊടുത്തതും. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്തിന് 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്. 10 മണി വരെ പ്രവർത്തിപ്പിക്കേണ്ട ബാർ 12 മണി വരെ, 5 സ്റ്റാർ ഹോട്ടലിലെ ബാർ 5 മണി വരെയും തുറന്നു കൊടുത്ത് യുവാക്കളെല്ലാം ലഹരിയിൽ കുളിപ്പിച്ച് കിടത്തിയിട്ട് ഇപ്പം വന്ന് നല്ല പിള്ള ചമയുകയാണ്. നാണമില്ലേടേ. ലേ പിണറായി, നീയൊക്കെ എല്ലാം കൂടെ വളഞ്ഞിരുന്ന് എന്നെ തോപ്പിച്ചില്ലേ? ഇനി നീ ഒന്ന് സമാധാനമായിട്ട് കൂച്ചണ്ട. ഇനി കൂച്ചേ വേണ്ട.